അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. കൃത്യമായിട്ട് എനിക്ക് ഓപ്പറേറ്റ് ചെയ്ത് തരണം. എല്ലാം മനസ്സിലായി. എന്നാൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ 3-4 തവണ പറഞ്ഞു തന്നില്ലേ അമ്മേ? എന്നാൽ ഒന്നുകൂടെ ഒന്ന് പറ. ഒരു വണ്ടി. ഒന്നുമില്ല. എന്നാ പിന്നെ ഒന്നും മിണ്ടണ്ടല്ലോ. ഓ അതല്ല, ലിച്ചൂസിനെ ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങോട്ട് വിളിക്കണം. വിളിച്ചു. എന്നിട്ട് ഒരു പാട്ട് പാടണമെന്ന് പറയണം. പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും ഇതിന്റെ പിന്നിൽ ഞാനാണെന്നുള്ള കാര്യം. അപ്പൊ പിന്നെന്ത് ചെയ്യും? അങ്ങനെ ചെയ്യരുത്. പിന്നെന്ത് ചെയ്യണം? ലിച്ചൂസിനെ ഒന്നും അറിയാത്ത രീതിയിൽ വിളിക്കണം. വിളിച്ചു. എന്നിട്ട് അമ്മൂമ്മ പറയണം, ഇന്നലെ ഞാനൊരു പാട്ട് കേട്ടു, അതിപ്പോ ഓർക്കുന്നില്ല. കേട്ടില്ലല്ലോ ഞാൻ കേട്ടേനെ അമ്മ നേരത്തേക്ക് പാട്ട്. ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടേ കാതൽ റോജാവേ പാട്ട്. അതൊന്നും ഞാൻ കേട്ടില്ല. അതൊന്നും അല്ല, നമ്മൾ പറഞ്ഞ കള്ളമാണല്ലോ. ഒരു പാട്ട് കേട്ടു, അമ്മൂമ്മ അത് ഓർക്കുന്നില്ലെന്ന് ലച്ചൂസിന്റെ അടുത്ത് പറയാം. ആ പാട്ടിന്റെ പേരെന്താണെന്നറിയാവോ? അറിയത്തില്ല. പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ. അങ്ങനെ എന്തോ ഒരു പാട്ട്. എന്തുവാ? പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ, അങ്ങനെ എന്തോ ഒരു പാട്ട്. ഓ, അതൊക്കെ അവള് വരുമ്പോ കിട്ടുവോ? അത് കിട്ടണം. അല്ലെ കല്യാണിയോ കളവാണിയോ വല്ലോ ആയിരുന്നെങ്കിൽ ഓർമ്മയിൽ നിന്ന്. പുഞ്ചിരി തഞ്ചും അത് ഓർക്കാവോ? പുഞ്ചിരി തഞ്ചും. അപ്പോൾ ലച്ചു പാടും. അപ്പൊ അമ്മൂമ്മ പറയണം മുഴുവൻ പാടാൻ. അപ്പൊ ലച്ചൂസ് മുഴുവൻ പാടും. ഞാൻ ഇത് മറവിൽ നിന്ന് കേൾക്കും. ഓക്കെ? എല്ലാമേ എനിക്ക് പുരിഞ്ചത്. കണ്ടാ, ആന്റിക്ക് മലയാളത്തിൽ പറഞ്ഞിട്ട് വരെ മനസ്സിലായി. അമ്മൂമ്മക്ക് എന്താ മനസ്സിലാവാത്ത? എനിക്ക് മനസ്സിലായി. പിന്നെ ഇതെനിക്ക് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പേർക്കും 2 എക്സ്പെൻസീവ് സാരി മേടിച്ചു തരും. ഡീൽ ഓർ നോ ഡീൽ? പറ. അപ്പൊ ലച്ചൂസിനെ വിളിച്ചു. ഞാനേ ഇങ്ങനെ പോയി ആ സൈഡിൽ വന്ന് നിന്നോളാം. ഓക്കെ? എന്താ ചിരിക്കുന്നു? അമ്മ സൊല്ല്. എന്താ മകളെ, ഞാനേ ഇന്നലെ ഒരു പാട്ട് കേട്ടായിരുന്നു. ആ പാട്ട് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല. പാട്ട് ഓർമ്മ കിട്ടുന്നില്ല? സിനിമ ഓർമ്മയുണ്ടോ? സിനിമ ഓർമ്മയുണ്ടോ? മലയാളം പടം. പിന്നെ അത് ഏതോ ഒരു അലിയുടെ സിനിമ എങ്ങാണ്ടാന്ന് തോന്നുന്നു. അലിയ? ഏതലി? ആസിഫ് അലി. ആസിഫ് അലി ഇഷ്ടം പോലെ പടം ചെയ്തിട്ടുണ്ട്. കുറെ നല്ല നല്ല പാട്ടുകളും ഉണ്ട്. അതിനകത്ത് ഏതാ? ഏതോ ഒരു പാട്ട് കേട്ടപ്പോ എനിക്ക് ഒന്നുകൂടെ കേൾക്കണമെന്ന് തോന്നി. അല്ല അമ്മൂമ്മ, ഒരു വരി മൂളോ അല്ലെങ്കിൽ ഒരു വാക്കെങ്കിലും പറഞ്ഞാലല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. വരി ഞാൻ പറയാം. കിട്ടുന്നില്ലല്ലോ. അമ്പലക്കുളത്തെ അല്ലല്ല, ആസിഫ് അലിയുടെ പടമല്ലല്ലോ. അതല്ലേ? അതല്ല. പുഞ്ചിരി. ആസിഫ് അലിയുടെ പടം. പുഞ്ചിരി കഞ്ചും. അത് തന്നെ. ഈ പാട്ട് എനിക്കറിയാം. ഞാൻ ഈ പാട്ട് പാടിയാ മതിയോ? മതി. ഈ പാട്ട് പാടിയാ മതി. പാട്ട് പാടും. അമ്മൂമ്മ ഇത് ആരെ കേൾപ്പിക്കാൻ ഇങ്ങനെ വിളിച്ചു പറയണേ? പാട്ടെ? എന്നാലേ ലച്ചു ഈ പാട്ട് പാടിത്തരൂല. ലച്ചു ഈ പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ? എനിക്കിപ്പോ ഈ പാട്ട് പാടാൻ മൂടില്ല, അതുകൊണ്ട്. പിന്നെ ഇയാള് പാടാമെന്ന് പറഞ്ഞതോ? ഞാൻ അപ്പഴല്ലേ. ഇപ്പൊ എനിക്ക് പാട്ട് പാടാൻ മൂട് മാറി. എന്നാ ലച്ചു പാടാ. സിദ്ധുവിന് വേണ്ടി ഓരോ ഉടായിപ്പായിട്ട് ഇറങ്ങിയേക്കുവാണല്ലേ കനകാൻഡി? എനിക്ക് കിച്ചണില് നിറയെ വേല ഇருக்கு, പെരുക്കണം. ഇതാണ് കിച്ചൺ. ഇവിടെ വലിയ പ്രത്യേക വേലയൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് കൂടുതല് ഉരുണ്ട് കളിക്കണ്ട കേട്ടാ. അമ്മൂമ്മയോടും കൂടിയാ. ഒത്തില്ല. പാടില്ല മോനെ.